ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മൾ പോത്തുംകാലിൻ്റെ ഒരു വെറൈറ്റി പരിചയപ്പെടുത്താന്ന്. പോത്തുംകാല് കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണിത്. നല്ല ടേസ്റ്റുള്ള പോത്തുംകാല് സൂപ്പും കപ്പ വിരകിയതും. അപ്പോൾ എനിക്കൊരു 4 കാല് കിട്ടിയിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനെ കുക്കറിലിടുമ്പോൾ ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലോണം വേവണം. വേവിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് പുകയൊക്കെ പോകുന്നുണ്ട്. നന്നായി വെന്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്തെങ്കിൽ മാത്രമേ അതിലുള്ള സൂപ്പൊക്കെ ഇളകി വരുള്ളൂ. അതിലുള്ള മജ്ജയും അതുപോലെ ഇറച്ചിയൊക്കെ നമുക്ക് കടിച്ച് പറിച്ച് തിന്നാൻ പറ്റുള്ളൂ. കടിച്ച് പറിച്ച് തിന്നണമെങ്കിൽ നന്നായിട്ട് വേവണം. വെന്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ കപ്പയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കപ്പ കൊത്തി മുറിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പയെ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കപ്പ അടിച്ചെടുക്കണം. കപ്പൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. തേങ്ങ നമ്മളൊരു ചമ്മന്തി പരുവത്തിൽ അരച്ച് ചേർക്കാന്ന്. അതിൽ വലിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കപ്പ നന്നാക്കി ഇളക്കി അടിക്കാന്നേ. കപ്പ നന്നായി അടിയണം. അടിഞ്ഞെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പയിലേക്ക് നമ്മൾ നേരത്തെ തനിയെ വേവിച്ച് വെച്ച ഇറച്ചിയുണ്ട്. അപ്പം കുറച്ച് ഇറച്ചിയും അതിൽ പോത്തിൻ്റെ പാർട്സ്, അതായത് ഈ ലിവറിൻ്റെ കൂടെയൊക്കെ വരുന്ന പീസുകൾ ഉണ്ടാവും. അതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതേ മസാലകൾ ചേർത്ത് വേവിച്ചെടുത്തതാണിത്. അതും ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കപ്പയിലേക്ക് മിക്സാക്കാൻ പോവാന്ന്. അപ്പോൾ കപ്പയിലിട്ട് കപ്പ നന്നായിട്ട് ഇളക്കി. അപ്പം നേരത്തെ നമ്മൾ ചെറുവി വെച്ച തേങ്ങ, അടിച്ചു വെച്ച തേങ്ങ ഉണ്ട്, അതും ഇട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് സെർവ് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ ഇതാ എല്ലാം റെഡി. പോത്തും കാലും റെഡി, കപ്പ റെഡി. അതോടൊപ്പം ചേർത്ത് കഴിക്കാൻ വേണ്ടി ചമ്മന്തി, തേങ്ങ, ഇഞ്ചി, പച്ചമുളകും ഒക്കെ ഇട്ട് അടിച്ചതാണ്. മാങ്ങ ഇഞ്ചി ഇട്ടിട്ടുള്ളത്. വളരെ ടേസ്റ്റാണ് മാങ്ങ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒക്കെ റെഡി. അപ്പോൾ ഇനി എല്ലാവരും കഴിക്കാൻ പോവാന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.